ഓട്ടോമൊബൈൽ ഡിസൈനിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലച്ചിനെ പറ്റിയും ക്ലച്ചിൻ്റെ ഡിസൈനിങ്ങിനെ പറ്റിയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ക്ലച്ച് എന്താണെന്ന് നോക്കാം. ക്ലച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് റൊട്ടേറ്റിംഗ് ഷാഫ്റ്റിനെ കണക്ട് ചെയ്യാനും ഡിസ്കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, ക്ലച്ച് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്ലച്ചിനെ മെയിനായിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് പോസിറ്റീവ് ക്ലച്ചും രണ്ടാമത്തെ ഫ്രിക്ഷൻ ക്ലച്ചും. പോസിറ്റീവ് ക്ലച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾ റയറായിട്ടായിരിക്കും കേട്ടിട്ടുണ്ടാവുക. നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള സാധനം ഫ്രിക്ഷൻ ക്ലച്ച് ആയിരിക്കും. പോസിറ്റീവ് ക്ലച്ച് സാധാരണ മെഷീനറിയിലൊക്കെയാണ് പോസിറ്റീവ് ക്ലച്ചസ് യൂസ് ചെയ്യാറ്. പോസിറ്റീവ് ക്ലച്ച് ഡയറക്റ്റായിട്ട് ഒരു മെഷീൻ സ്റ്റാഫിൽ നിന്ന് സ്ലിപ്പിംഗ് ഇല്ലാതെ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് എന്ത് ചെയ്യാറ്, പോസിറ്റീവ് ക്ലച്ച് യൂസ് ചെയ്യാറ്. ഫ്രിക്ഷൻ ക്ലച്ച് എന്ന് പറഞ്ഞാൽ പവർ ട്രാൻസ്മിഷൻ ത്രൂ ബൈ മീൻസ് ഓഫ് ഫ്രിക്ഷൻ ആയിരിക്കും. ഫ്രിക്ഷൻ ഫോഴ്സ് കൂടി ആയിരിക്കും എന്ത് ചെയ്യുക, പവർ ട്രാൻസ്മിറ്റ് ചെയ്യുക. ഫ്രിക്ഷൻ ക്ലച്ച് തന്നെ കുറേ ടൈപ്പ് ഉണ്ട്. അതിൽ തന്നെ മെയിനായിട്ട് കോൺ ക്ലച്ച്, ഡിസ്ക് ക്ലച്ച്, സെമി സെൻട്രിഫ്യൂഗൽ ക്ലച്ച്, സെൻട്രിഫ്യൂഗൽ ക്ലച്ച്. അതിൽ ഡിസ്ക് ക്ലച്ച് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ടാവും, സിംഗിൾ പ്ലേറ്റ്, മൾട്ടി പ്ലേറ്റ്. അതായത് എത്ര പ്ലേറ്റ് ക്ലച്ചിൻ്റെ അകത്ത് എത്ര പ്ലേറ്റ്സ് ഉണ്ടെന്നുള്ളതനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, സിംഗിൾ പ്ലേറ്റും മൾട്ടി പ്ലേറ്റും ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് എന്ത് ക്ലച്ചിൻ്റെ ക്ലാസിഫിക്കേഷൻ. അതിൽ പോസിറ്റീവ് ക്ലച്ച് എന്ന് പറഞ്ഞാൽ സ്ലിപ്പില്ലാതെ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ക്ലച്ചിനെയാണ് നമ്മൾ പോസിറ്റീവ് ക്ലച്ച് എന്ന് പറയാം. സാധാരണ അതിൽ ജോ ക്ലച്ച് ആണ് സാധാരണ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ടൈപ്പ് ക്ലച്ച്. ജോ ക്ലച്ച് എന്ന് പറഞ്ഞാൽ ഒരു ജോ പോലെ ഉണ്ടാവും, രണ്ട് ഷാഫ്റ്റിൻ്റെ മേലെയും ജോ പോലെ കട്ടിങ് ഉണ്ടാവും. ആ ജോ രണ്ടും കൂടി കണക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, പവർ ട്രാൻസ്മിറ്റ് ചെയ്യും. അതായത് പവർ ആവശ്യമില്ലാത്ത സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ആ ജോനെ തമ്മിൽ ഡിസ്കണക്ട് ചെയ്ത് നോക്കും. അപ്പോൾ ഇതാണ് എന്ത് പോസിറ്റീവ് ക്ലച്ച്. അപ്പോൾ പോസിറ്റീവ് ക്ലച്ചിന് തന്നെ സ്ക്വയർ ജോസ് ആണ്. രണ്ട് ഡയറക്ഷനിൽ റൊട്ടേഷൻ ഉണ്ടെങ്കിൽ, ഫോർവേഡും ബാക്ക്വേർഡ് റൊട്ടേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ സ്ക്വയർ ടൈപ്പ് ജോസ് ആണ് പോസിറ്റീവ് ക്ലച്ചാണ് സാധാരണ അതിൽ യൂസ് ചെയ്യാറ്. ഇനി സിംഗിൾ ഡയറക്ഷൻ ആണെങ്കിൽ സ്പൈറൽ ജോ ടൈപ്പാണ് സാധാരണ ഇതിൽ യൂസ് ചെയ്യാറ്. അപ്പോൾ ഇത് എത്രയൊക്കെയാണ് പോസിറ്റീവ് ക്ലച്ച്. ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല, ഞങ്ങളുടെ സിലബസിൽ ജസ്റ്റ് ക്ലച്ചിൻ്റെ ക്ലാസിഫിക്കേഷനിൽ എന്തൊക്കെയാണെന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. അതുകൊണ്ട് തന്നെ ജസ്റ്റ് പോസിറ്റീവ് ക്ലച്ച് എന്താണെന്ന് മാത്രം എന്ത് ചെയ്യുക, അറിഞ്ഞു വെക്കുക. നെക്സ്റ്റ് ആണ് ഫ്രിക്ഷൻ ക്ലച്ച്. ഫ്രിക്ഷൻ ക്ലച്ച് എന്ന് പറഞ്ഞാൽ പവർ ട്രാൻസ്മിഷൻ, അതായത് ഒരു ഷാഫ്റ്റിൽ നിന്ന് വേറെ ഷാഫ്റ്റിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ത്രൂ ഫ്രിക്ഷൻ ഫോഴ്സ് ആയിരിക്കും. ഫ്രിക്ഷൻ ഫോഴ്സ് ആണ് ഒരു ഷാഫ്റ്റിൽ നിന്ന് മറ്റൊരു ഷാഫ്റ്റിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അതായത് ഈ ഒരു ഫ്രിക്ഷൻ പ്ലേറ്റ് ഉണ്ടാവും. ഫ്രിക്ഷൻ പ്ലേറ്റിനും എന്ത് ചെയ്യും, ആ ഫ്രിക്ഷൻ പ്ലേറ്റിൽ കൂടി തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക, പവർ വേറൊരു ഷാഫ്റ്റിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുക. ഞങ്ങളെ ഓട്ടോമൊബൈലിൻ്റെ ക്ലച്ച് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. ഓട്ടോമൊബൈലിൻ്റെ ക്ലച്ചിൽ എന്താണ്, ഫ്രിക്ഷണൽ ക്ലച്ചാണ്. അതിൽ ഫ്രിക്ഷണൽ ക്ലച്ച് പ്ലേറ്റ് ഉണ്ട്. ക്ലച്ച് പ്ലേറ്റിൻ്റെ മേലെ എന്തുണ്ട്, ചെറിയ ഫ്രിക്ഷണൽ സർഫസ്, ആസ്പെറ്റോസിൻ്റെ ഒക്കെ ഫ്രിക്ഷണൽ സർഫസ് ഉണ്ട്. ആ ഫ്രിക്ഷണൽ സർഫസിൽ കൂടി തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള ക്ലച്ചിനെയാണ് നമ്മൾ ഫ്രിക്ഷണൽ ക്ലച്ച് എന്ന് പറയാം. ഫ്രിക്ഷണൽ ഫോഴ്സിൽ കൂടിയാണ് എന്ത് ചെയ്യുന്നത്, പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ബൈ മീൻസ് ഓഫ് ഫ്രിക്ഷൻ. അതായത് ഇതിന് ഒരു മെയിനായിട്ട് ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഒരു ലിമിറ്റിൻ്റെ മേലെ ഫോഴ്സ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സ്ലിപ്പിംഗ് ഉണ്ടാവും. ക്ലച്ചിൻ്റെ അകത്ത് തന്നെ സ്ലിപ്പിംഗ് ഉണ്ടാവും, പവർ ലോസ് ഉണ്ടാവും. അപ്പോൾ ക്ലച്ചിൻ്റെ അകത്ത് എന്തുണ്ടാവും, പവർ ലോസ് ഉണ്ടാവും. അതേപോലെ തന്നെ ഡിസ്ക് ക്ലച്ചിനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേറെ ആയിട്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. സിംഗിൾ പ്ലേറ്റ്, മൾട്ടി പ്ലേറ്റ് എന്നൊക്കെ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ കോൺ ക്ലച്ച്, സെമി സെൻട്രിഫ്യൂഗൽ ക്ലച്ച്, ഇതൊക്കെ എന്തിൻ്റെ ക്ലാസിഫിക്കേഷൻ ആണ്, ഫ്രിക്ഷണൽ ക്ലച്ചിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ആണ്. മെയിനായിട്ട് ഫ്രിക്ഷണൽ ക്ലച്ച് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻ്റ് ആയിട്ട് സ്റ്റോപ്പിങ്ങും അതേപോലെ തന്നെ റീസ്റ്റാർട്ടിങ്ങും ആവശ്യമായിട്ടുള്ള സ്ഥലങ്ങളിലാണ് ഈ ഫ്രിക്ഷണൽ ക്ലച്ച് യൂസ് ചെയ്യാറ്. അതുകൊണ്ട് തന്നെയാണ് ഓട്ടോമൊബൈൽസിൽ ഫ്രിക്ഷണൽ ക്ലച്ച് യൂസ് ചെയ്യുന്നത്, പോസിറ്റീവ് ക്ലച്ചിന് പകരം ഫ്രിക്ഷണൽ ക്ലച്ച് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഒരു ക്ലച്ചിൻ്റെ ഡിസൈനിങ് പ്രൊസീജിയറിൽ നമ്മൾ സ്വീകരിക്കേണ്ട മെയിനായിട്ടുള്ള കൺസിഡറേഷൻ എന്തൊക്കെയാണ്. അതിൽ ഫസ്റ്റിൽ ഫ്രിക്ഷണൽ ക്ലച്ചിൻ്റെ കാര്യമാണ് എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റത്താണെന്ത്, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഓഫ് കോണ്ടാക്ട് സർഫസ്. എന്ത് ചെയ്യണം, കോണ്ടാക്ട് സർഫസിൽ ആസ്പെറ്റോസിൻ്റെ സർഫസില്ലേ, ഓട്ടോമൊബൈൽ ക്ലച്ചൊക്കെ ആണെങ്കിൽ ആസ്പെറ്റോസ് സർഫസില്ലേ, ആ സർഫസിൻ്റെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്തായിരിക്കണം, ഹൈ ആയിരിക്കണം.
ലോഡ് ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള തരത്തിൽ ഹൈ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആയിരിക്കും. ആ ഫ്രിക്ഷൻ ഫോഴ്സിന്റെ ഉള്ളിൽ കൂടി തന്നെയാണ് എന്ത് ചെയ്യുന്നത്, പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ എന്താ, ഇതിന്റെ മേലുണ്ടാകുന്ന ലോഡ്, മിനിമം ലോഡിന്റെ മേലെ തന്നെ എന്ത് ചെയ്യണം, പവർ ട്രാൻസ്മിറ്റ് ചെയ്യാനാണോ. നെക്സ്റ്റ്, മൂവിങ് പാർട്സ് ഓഫ് ക്ലച്ച് ഷുഡ് ബി ലൈറ്റ് വെയിറ്റ്. മിനിമം വെയിറ്റ് ആയിരിക്കണം എന്തിന്, ക്ലച്ചിന്റെ റൊട്ടേറ്റിംഗ് പാർട്സിനൊക്കെ. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇനേഷ്യ ഫോഴ്സിന്റെ ഹൈ സ്പീഡിലൊക്കെ ഇനേഷ്യ ഫോഴ്സിന്റെ പ്രശ്നം ഉണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, മൂവിങ് പാർട്സ് ഒക്കെ ലൈറ്റ് വെയിറ്റ് ആയിരിക്കണം. ഇനേഷ്യ നെഗറ്റീവായിട്ട് നമുക്ക് എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇനേഷ്യ ഫോഴ്സ് മിനിമം ആയിരിക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ക്ലച്ചിന്റെ റൊട്ടേറ്റിംഗ് പാർട്സിന്റെ വെയിറ്റ് മിനിമം ആയിട്ട് കുറക്കണം. നെക്സ്റ്റ്, ഹീറ്റ് ജനറേഷൻ. അതായത് ഈ ക്ലച്ചിൻ്റെ അകത്ത് എന്ത് ചെയ്യും, ക്ലച്ച് വർക്ക് ചെയ്യുമ്പോൾ ഹീറ്റ് ജനറേറ്റ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. ആ ഹീറ്റിന് എന്ത് ചെയ്യണം, പുറത്ത് പോകുന്ന, പെട്ടെന്ന് ഡെസിപ്പേറ്റ് ചെയ്ത് പോകുന്ന തരത്തിൽ എന്ത് ചെയ്യണം, ഡിസൈൻ ചെയ്യണം. അതാണ് ക്ലച്ചിൻ ഡിസൈനിലെ അടുത്ത കൺസിഡറേഷൻ. അതേപോലെ തന്നെ ക്ലച്ചിന്റെ വിയർ ആൻഡ് ടിയർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രൊവിഷൻ എന്തിനു വേണം, ക്ലച്ചിന്റെ ഡിസൈനിങ്ങിൽ വേണം. അതേപോലെ തന്നെ കവറിങ്സ്, പുറത്തേക്ക് തള്ളിയേക്കുന്ന പാർട്സിനൊക്കെ എന്ത് ചെയ്യണം, കവറിങ്സ് കൊടുത്തിരിക്കണം. അതായത് എക്സ്ട്രാ പുറത്തേക്ക് തള്ളിയേക്കുന്ന പ്രൊജക്റ്റിംഗ് പാർട്സിനൊക്കെ എന്ത് ചെയ്യണം, ഒരു കവറിങ് നമ്മൾ കൊടുത്തിരിക്കണം. നെക്സ്റ്റ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെറ്റീരിയൽ. ഹൈ എന്താണ്, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷനുള്ള മെറ്റീരിയൽ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, യൂസ് ചെയ്യേണ്ടത്. കൂടാതെ ഏതൊക്കെ ടൈപ്പ് മെറ്റീരിയലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലച്ചിന്റെ ഫ്രിക്ഷൻ സർഫസിന് യൂസ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. അതിൽ ഹൈ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആയിരിക്കണം. അതേപോലെ തന്നെ എന്താ, മോയ്സ്ചർ, ഓയിൽ, ഇതൊക്കെ എന്ത് ചെയ്യാൻ പാടില്ല, എഫക്റ്റ് ചെയ്യാൻ പാടില്ല. ഇതാണ് എന്ത്, മെയിൻ ആയിട്ടുള്ള ഒരു കൺസിഡറേഷൻ. അതേപോലെ തന്നെ വിയർ ആൻഡ് ടിയർ മിനിമം ആയിരിക്കണം. വിയർ ആൻഡ് ടിയറും അതേപോലെ സ്ക്രാച്ചസ്, ഡിസ്കിന്റെ മേലെ വരുന്ന സ്ക്രാച്ചസ് ഒക്കെ മിനിമം ആവുന്ന തരത്തിലുള്ള മെറ്റീരിയൽസ് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, യൂസ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഹൈ ടെമ്പറേച്ചർ വിസ്റ്റാൻഡിങ് കപ്പാസിറ്റി ഉണ്ടാവണം. അതേപോലെ സ്ലിപ്പേജ് എന്തായിരിക്കണം, മിനിമം ആയിരിക്കണം. അതേപോലെ പെട്ടെന്ന് ഹീറ്റ് കണ്ടക്ട് ചെയ്ത് എന്ത് ചെയ്യണം, പെട്ടെന്ന് കൂൾ ചെയ്യാനുള്ള കപ്പാസിറ്റി എന്തിനു വേണം, ഈ ഫ്രിക്ഷൻ സർഫസിന് വേണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഈ ഫ്രിക്ഷൻ സർഫസ് പെട്ടെന്ന് ഫെയ്ഡ് ആയി പോകാൻ, അതുപോലെ തന്നെ കേടുവരാൻ, ഡാമേജ് ആയി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത്രയും കൺസിഡറേഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ക്ലച്ചിന്റെ മെറ്റീരിയൽ, ഫ്രിക്ഷൻ സർഫസിലുള്ള മെറ്റീരിയൽ സെലക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള കൺസിഡറേഷൻസ്. ഇനി അടുത്തതായിട്ട് കാണുന്നതാണ് എന്ത്, ഒരു ഫ്രിക്ഷൻ ഡിസ്ക് ക്ലച്ച് അല്ലെങ്കിൽ പ്ലേറ്റ് ക്ലച്ച്. ഫ്രിക്ഷൻ സിംഗിൾ ഡിസ്ക് പ്ലേറ്റ് ക്ലച്ചാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിൽ കാണാം, നിങ്ങൾ ഫെമിലിയർ ആയിട്ടുള്ള ഫിഗറാണ്. ഇതിൽ ഒരു ഫ്ലൈ വീലുണ്ട്. അതേപോലെ തന്നെ എന്താ, ഫ്ലൈ വീലിന് മെയിനായിട്ട് ഫ്ലൈ വീലിൻ്റെ അകത്താണ് എന്ത് ചെയ്യുക, പവർ വരിക. ഫ്ലൈ വീലിൻ്റെ അകത്ത് വരുന്ന പവർ ഈ ക്ലച്ചിന്റെ ഡിസ്ക്, ഇവിടെ ക്ലച്ചിന് എന്തുണ്ട്, ക്ലച്ചിന്റെ ഡിസ്ക് ഇവിടെ കാണാം. ഫ്രിക്ഷൻ സർഫസ് രണ്ട് സൈഡിലായിട്ട്, ക്ലച്ച് ഡിസ്കിന്റെ രണ്ട് സൈഡിലായിട്ട് ഈ ഷെയ്ഡ് ചെയ്ത പോർഷനാണ് നമ്മൾ എന്ത് കാണുന്നത്, ഫ്രിക്ഷണൽ സർഫസ്. ഈ ഷെയ്ഡ് ചെയ്ത പോർഷൻ, ഇവിടെ കാണുന്ന ഷെയ്ഡ് ചെയ്ത പോർഷനാണ് എന്ത്, ഫ്രിക്ഷണൽ സർഫസ്. അപ്പൊ ക്ലച്ച് ഡിസ്കിന്റെ രണ്ട് സൈഡിൽ എന്തുണ്ടാവും, ഈ ഫ്രിക്ഷണൽ സർഫസ് ഉണ്ടാവും. അപ്പൊ ഫ്ലൈ വീലിൽ നിന്ന് വരുന്ന പവർ ഈ ഫ്രിക്ഷണൽ സർഫസിൽ കൂടി തന്നെ എന്ത് ചെയ്യും, ഈ ഡ്രൈവിംഗ് ഷാഫ്റ്റിലേക്ക്, ഇവിടെയുള്ള ഡ്രൈവിംഗ് ഷാഫ്റ്റിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. ആ ഡ്രൈവിംഗ് ഷാഫ്റ്റിൽ കൂടി തന്നെ പുറത്തേക്ക് വരും. ഡ്രൈവിംഗ് ഷാഫ്റ്റിൽ കൂടി തന്നെ നമ്മളെ വീലിലേക്ക് എത്തും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ, ക്ലച്ച് എന്ന് പറയാം. ഇതാണ് സാധാരണ അതിൽ ഓട്ടോമൊബൈൽ യൂസ് ചെയ്യുന്ന ക്ലച്ച്. അപ്പം ഇതിന്റെ ഡിസൈൻ എങ്ങനെയാണ്, ഇതിന്റെ വർക്ക് ചെയ്യുന്നതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും, പിന്നെ ഓട്ടോമൊബൈൽ ട്രാൻസ്മിഷനിൽ പഠിക്കുന്നുണ്ടാവും. അപ്പൊ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാനില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, ഇതിൻ്റെ അകത്ത് ഇതുപോലെ തന്നെ എന്തുണ്ട്, പിന്നെ രണ്ട് സ്പ്രിങ്സ് ഉണ്ട്. ഈ സ്പ്രിങ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ ക്ലച്ച് പ്ലേറ്റിനെ ഈ ഫ്ലൈ വീലിനോട് ചേർത്ത് നിർത്തുന്നത്. അതിന് പ്രഷർ സ്പ്രിങ്സ് പറയും. ആ പ്രഷർ സ്പ്രിങ് ആണ് എൻ്റെ ഡിസൈനിങ് നമുക്ക് എന്തിലുണ്ട്, പിന്നെ ഈ ക്ലച്ചിൻ്റെ ഡിസൈനിങ് പ്രൊസീജിയറിലുണ്ട്. അപ്പം നിങ്ങൾക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ള എങ്ങനെയാണ് ക്ലച്ചിൻ്റെ ഒരു ക്ലച്ചിനെ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ക്ലച്ചിന് ഡിസൈൻ ചെയ്യുന്നതിൻ്റെ കാര്യത്തിൽ ഫസ്റ്റിൽ അതിൻ്റെ അകത്ത് കൂടി കടന്നു പോകുന്ന ടോർക്ക്, പിന്നെ അതിൻ്റെ അകത്ത് വരുന്ന പ്രഷർ, അതിൻ്റെ അകത്ത് വരുന്ന ലോഡ്, ഇത് മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെയിനായിട്ട് ഡിസൈൻ ചെയ്യുന്ന കൺസിഡർ ചെയ്യുന്ന ഫോഴ്സസ്. പ്രഷറും, അതിൻ്റെ അകത്ത് മേലെ വരുന്ന പ്രഷർ, അതിനകത്ത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ടോർക്ക്, പിന്നെ
അതിൻ്റെ മേലെ വരുന്ന ലോഡ്, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഡിസൈനിങ്ങിന് വേണ്ടി മെയിനായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഒരു ക്ലച്ച് ഡിസ്കിന് എന്തുണ്ട്, ഫ്രിക്ഷൻ സർഫസ് ഉണ്ടാവും. ഫ്രിക്ഷൻ സർഫസ് ഒരു മെയിൻ ആയിട്ടുള്ള ക്ലച്ച് ഡിസ്ക്, ഇതാണ് എന്ത് ക്ലച്ച് ഡിസ്ക്. ക്ലച്ച് ഡിസ്കിന്റെ മേലെ എന്തുണ്ട്, ഇതേപോലെ മേലെ രണ്ട് ഭാഗത്ത് എന്തുണ്ട്, ഈ ഫ്രിക്ഷണൽ പ്ലേറ്റ്സ്, ഫ്രിക്ഷൻ സർഫസ് എന്ത് ഉണ്ടാവും, അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ റൗണ്ട് ആയിട്ടുള്ള ഒരു ക്ലച്ച് ഡിസ്കിന്റെ മേലെ എന്തുണ്ടാവും നമുക്ക് കാണാം, റൗണ്ട് ആയിട്ട് റിങ് പോലെ എന്ത് കൊടുത്തിട്ടുണ്ടാവും, ഒരു ഫ്രിക്ഷൻ സർഫസ് കൊടുത്തിട്ടുണ്ടാവും. ഈ ഫ്രിക്ഷൻ സർഫസിൽ കൂടിയാണ് നമ്മളെ ഫോഴ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുക അല്ലെങ്കിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുക. അപ്പോൾ അതിൽ ഈ ഫിഗർ നോക്കാം. ഇത് നമ്മൾ എങ്ങനെയാണ് ഒരു ക്ലച്ചിന്റെ ഡിസൈൻ ചെയ്യുക, ഏതൊക്കെ ഇക്വേഷൻസ് ആണ് അതിൽ വരുന്നത്, ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ, ഏതൊക്കെ ഫോഴ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്, ഇതൊക്കെയാണ് ഇനി നോക്കുന്നത്. അപ്പോൾ ഡിസൈനിങ് പ്രൊസീജിയറിന്റെ കേസിൽ ഫസ്റ്റിൽ ഈ ഇതിന്റെ മേലെ വരുന്ന ലോഡ് അല്ലെ പ്രഷറിനെയാണ് എന്ത് പറയാ, ഫ്രിക്ഷൻ ക്ലച്ച് ഡിസ്കിന്റെ മേലെ വരുന്ന പ്രഷറിനെയാണ് നമ്മൾ പി കൊണ്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. പി ആണ് എന്ത്, ക്ലച്ചിന്റെ മേലെ വരുന്ന ഫോഴ്സ്. ഇനി അടുത്താണ് എന്ത്, ഡബ്ല്യു. ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ആക്സിയൽ ത്രസ്റ്റ്. നമ്മളെ ക്ലച്ച് എൻഗേജ് ഡിസെൻഗേജ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിന്റെ മേലെ വരുന്ന ആക്സിയൽ ത്രസ്റ്റ് ആണ് എന്ത്, ഡബ്ല്യു. ഇനി അടുത്താണ് R1 R2. R1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ടർ റേഡിയസ് ഓഫ് ഫ്രിക്ഷൻ സർഫസ്. ഫ്രിക്ഷൻ സർഫസ് എന്ന് പറഞ്ഞാൽ റിങ് പോലെ ഉണ്ടാവും, റിങ് പോലെ സാധനമാണ്, ഒരു ആസ്പെറ്റോസിന്റെ റിങ് പോലത്തെ ആണ് എന്ത് ക്ലച്ച് ഡിസ്ക് എല്ലാം കണ്ടിട്ടുണ്ടാവും. അതിന്റെ മേലെ എന്താ ഒരു റിങ് പോലെയാണ് നമ്മളെ ക്ലച്ച് ഡിസ്ക് ഉണ്ടാവുക. ക്ലച്ച് ഡിസ്കിന്റെ ഔട്ടർ റേഡിയസിനാണ് നമ്മൾ, ഫ്രിക്ഷൻ സർഫസിന്റെ ഔട്ടർ റേഡിയസിനാണ് നമ്മൾ എന്ത് പറയുക, എന്തുകൊണ്ട് റെപ്രസെന്റ് ചെയ്ത്, R1 കൊണ്ട് റെപ്രസെന്റ് ചെയ്ത്. ഇനി R2 എന്ന് പറഞ്ഞാൽ ഇന്നർ റേഡിയസ് ആണ്. അതിന്റെ ക്ലച്ച് പ്ലേറ്റിന്റെ അകത്ത് ഫ്രിക്ഷൻ സർഫസിന്റെ ഇന്നർ റേഡിയസ്, ആ റിങ്ങിന്റെ ഇന്നർ റേഡിയസിനാണ് നമ്മൾ എന്ത് റെപ്രസെന്റ് ചെയ്ത്, R2 കൊണ്ട് റെപ്രസെന്റ് ചെയ്ത്. അതിന്റെ തന്നെ ഒരു ഫ്രണ്ട് വ്യൂ ആണ് ഇവിടെ വരച്ചിരിക്കുന്നത്, ബി എന്ന് പറഞ്ഞ ഫിഗർ. ഈ ബി എന്ന് പറഞ്ഞ ഫിഗർ എന്ന് പറഞ്ഞാൽ അതിന്റെ തന്നെ ഫ്രണ്ട് വ്യൂ ആണ്. ഇവിടെ നമുക്കറിയാം R1 R2 രണ്ട് റേഡിയസ് ഉണ്ട്. R1 എന്ന് പറഞ്ഞാൽ എന്താ, ഔട്ടർ റേഡിയസും, R2 എന്ന് പറഞ്ഞാൽ എന്താ, ഇന്നർ റേഡിയസും. R എന്ന് പറഞ്ഞാൽ ഒരു ഏവറേജ് റേഡിയസിനാണ് നമ്മൾ എന്ത് പറയാ, അല്ലെങ്കിൽ മീൻ റേഡിയസിനാണ് നമ്മൾ R കൊണ്ട് റെപ്രസെന്റ് ചെയ്ത്. ഇനി നെക്സ്റ്റ് ഡിസൈനിങ് പ്രൊസീജിയറിലേക്ക് കടക്കാം. എങ്ങനെയാണ് നമ്മളൊരു ക്ലച്ച് ഡിസൈൻ ചെയ്യാൻ നോക്കാം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ആദ്യം ഒരു സ്ട്രിപ്പ്, ഒരു റിങ്, ഒരു ഇമാജിനറി റിങ് കൺസിഡർ ചെയ്യാം. അതായത് ഒരു ക്ലച്ച് പ്ലേറ്റിന് ചുറ്റും ഒരു ഇമാജിനറി ആയിട്ടുള്ള ഒരു റിങ് കൺസിഡർ ചെയ്യാം. ആ റിങ് എന്ന് പറഞ്ഞാൽ R റേഡിയസിലാണ്. അതിന്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ എന്താ, DR ആണ്. അതിന്റെ തിക്നെസ് DR ആണ്, റേഡിയസ് എന്ന് പറഞ്ഞാൽ എത്രയാ, R ആണ്. അപ്പൊ അങ്ങനത്തെ ഒരു റിങ്, ആ റിങ് കൺസിഡർ ചെയ്യാം ആദ്യം. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതിൻ്റെ അകത്ത് വരുന്ന അതിന്റെ ഏരിയ, റിങ്ങിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ, ആ റിങ്ങിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുക, ഒരു റിങ്ങിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുക, 2πr ആണ് എന്ത്, സർക്കിളിന്റെ സർക്കംഫറൻസ് അല്ലെ. അതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ആ തിക്നെസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും, ആ റിങ്ങിന്റെ ഏരിയ കിട്ടും. അപ്പോൾ അതിന്റെ ഏരിയ ഈസ് ഈക്വൽ ടു എന്താ, 2πr ഇൻറ്റു DR. DR എന്താ, തിക്നെസ് ആണ്. 2πr എന്ന് പറഞ്ഞാൽ സർക്കംഫറൻസ് ഓഫ് സർക്കിൾ. സർക്കിളിന്റെ സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ, 2πr ഇൻറ്റു 2πr ആണ് സർക്കിളിന്റെ സർക്കംഫറൻസ്. അതിന്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, അതിന്റെ റേഡിയസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി ഇതേപോലെ തന്നെ ആ റിങ്ങിന്റെ മേലെ വരുന്ന ആക്സിയൽ ഫോഴ്സ് W. ആക്സിയൽ ഫോഴ്സ് നമ്മൾ റെപ്രസെന്റ് ചെയ്തത് W കൊണ്ടാണ്. അപ്പൊ ചെറിയ ഏരിയയിലുള്ള ഫോഴ്സ് ആയതുകൊണ്ടാണ് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, Δw കൊണ്ടാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. Δw അതിനെന്ത് ചെയ്യുന്നു, പ്രഷർ ഇൻറ്റു ഏരിയ ആണ് എന്ത്, എപ്പോഴും ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പ്രഷറിന്റെ ഏരിയ ആണ്. പ്രഷർ സീക്വൽ ടു എന്താ, ഫോഴ്സ് ബൈ ഏരിയ അല്ല. അപ്പൊ ഫോഴ്സ് സീക്വൽ എന്ത് കിട്ടും, പ്രഷർ ഇൻറ്റു ഏരിയ ആണ്. ആക്സിയൽ ഫോഴ്സ് സീക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ. അതിൽ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ, P ആണ്. ഏരിയ നമ്മൾ തൊട്ട മുന്നേ കണ്ടുപിടിച്ചിട്ട് എത്രയാ, 2πr ഇൻറ്റു DR. 2πr ഇൻറ്റു DR എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, പ്രഷർ P കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും, നമുക്ക് W കിട്ടും. W ആണ് നമ്മൾ എന്ത്, ആക്സിയൽ ഫോഴ്സ്. ഇനി അടുത്ത ഈ ആക്സിയൽ ഫോഴ്സും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഫ്രിക്ഷണൽ ഫോഴ്സ് ഓൺ ദ റിംഗ്, റിങ്ങിന്റെ മേലെ വരുന്ന ടാൻജൻഷ്യൽ ആയിട്ടുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ്. എത്രത്തോളം ഫ്രിക്ഷണൽ ഫോഴ്സ് എന്തിന്റെ മേലെ വരുന്നത്, പിന്നെ ക്ലച്ചിന്റെ മേലെ വരുന്നുണ്ട് അല്ലെ, ആ റിങ്ങിന്റെ മേലെ വരുന്നുണ്ട് കണ്ടെത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, പിന്നെ ഫ്രിക്ഷൻ ഫോഴ്സ് F ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഫോഴ്സ് ആണ്. മ്യൂ ഇൻറ്റു ഫോഴ്സ് ആണ് നമ്മൾ എന്ത്, ഫ്രിക്ഷൻ ഫോഴ്സിന്റെ ഇക്വേഷൻ. മ്യൂ ഇൻറ്റു R ആണ്. R എന്ന് പറഞ്ഞാൽ എന്താ, ഫോഴ്സ് ആണ്. റിസൾട്ടന്റ് ഫോഴ്സിനാണ് നമ്മൾ എന്ത് പറയാ, R1 റെപ്രസെന്റ് ചെയ്യുക. ഇവിടെ ഫോഴ്സിന് R ന് പകരം എന്താ വരുന്നത്, ഇവിടെ നോർമൽ ആക്സിയൽ ഫോഴ്സ്.
അപ്പോൾ ഫോഴ്സിനെ ഈ ഏത് മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത് അതിന്റെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. മ്യൂ എന്ന് പറയുന്നത് എന്താ? കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആണ് എന്ത്? മ്യൂ. കോഎഫിഷ്യന്റ് ഫ്രിക്ഷൻ പിന്നെ പ്രഷർ കൊണ്ട് ആക്സിയൽ ഫോഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഫ്രിക്ഷൻ ഫോഴ്സ് FR കിട്ടും. FR ഇക്വൽ എന്താ? മ്യൂ ഇൻറ്റു ഡെൽറ്റ ഡബ്ല്യു ആണ്. മ്യൂ ഇൻറ്റു ഡെൽറ്റ ഡബ്ല്യു. ഡെൽറ്റ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എത്രയാ? P ഇൻറ്റു 2πr ഇൻറ്റു dr ആണ്. അതെന്ത് ചെയ്യാം? ജസ്റ്റ് മൾട്ടിപ്ലൈ എന്ത് കിട്ടും? മ്യൂ ഇൻറ്റു P ഇൻറ്റു 2πr ഇൻറ്റു dr എന്ന് കിട്ടും. ഇനി ഇത് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഫ്രിക്ഷൻ ടോർക്ക്, ആ റിങ്ങിന്റെ മേലെ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷൻ ടോർക്ക് TR. ഈ ഫ്രിക്ഷൻ ടോർക്കാണ് സാധാരണ ഇതിൽ എന്ത് ചെയ്യാറ്? പിന്നെ ക്ലച്ചിന്റെ ടോർക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാറ്? റെപ്രസെന്റ് ചെയ്യാറ്. അപ്പൊ TR സിഗൽ എന്ത് കിട്ടും? ഇത് ഉപയോഗിച്ചാണ് നമ്മൾ സാധാരണ ക്ലച്ച് ഡിസൈൻ ചെയ്യാറ്. എത്രത്തോളം പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണം പിന്നെ ക്ലച്ചിന്റെ അതുകൂടെ എന്നുള്ള കണ്ടെത്താൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഇക്വേഷൻ ഉപയോഗിച്ചാണ്. ഇവിടെ ഉപയോഗിക്കുന്ന മ്യൂ എന്ന് പറഞ്ഞാൽ മ്യൂ എന്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും? നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയലിനനുസരിച്ച് മ്യൂവിന്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. അപ്പം ഏതൊക്കെ കണ്ടീഷൻ, ഏതൊക്കെ മെറ്റീരിയൽ ഉപയോഗിച്ചാൽ എത്രത്തോളം ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കണ്ടെത്താൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഇക്വേഷൻസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ TR ഈക്വൽ ടു FR ഇൻറ്റു R. ഫ്രിക്ഷൻ ഒരു ഫോഴ്സിനെ ടോർക്കായിട്ട് കൺവേർട്ട് ചെയ്യണം. എന്ത് ചെയ്തായി? അതിനെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാ? 6 ആണ്. അതായത് റിങ്ങിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാ? 6 ആണ്. 6 ഇൻറ്റു FR എത്ര കിട്ടും? അതായത് FR എന്ന് പറഞ്ഞാൽ എന്താ? മ്യൂ ഇൻറ്റു P ഇൻറ്റു 2π ഇൻറ്റു R ഇൻറ്റു dr. അതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? 6 കൊണ്ട് പിന്നെയും മൾട്ടിപ്ലൈ ചെയ്യാം. എന്ത് കിട്ടും? 6 ഇൻറ്റു 6 R സ്ക്വയർ വരും അല്ലേ? 2π മ്യൂ ഇൻറ്റു P ഇൻറ്റു R സ്ക്വയർ ഇൻറ്റു dr എന്ന് കിട്ടും. ഇനി ഇത് കഴിഞ്ഞ ശേഷം നമുക്ക് രണ്ട് തരത്തിൽ എന്ത് ചെയ്യാം? ക്ലച്ചിനെ ഡിസൈൻ ചെയ്യാം. ഒന്ന് യൂണിഫോം പ്രഷറും അടുത്തത് എന്താണ്? യൂണിഫോം ആക്സിയൽ വിയറും. രണ്ട് കണ്ടീഷനാണ്. അതിൽ യൂണിഫോം പ്രഷർ എന്ന് പറഞ്ഞാൽ ഈ ക്ലച്ചിന്റെ പ്ലേറ്റിന്റെ എല്ലാ ഭാഗത്തും, ആ ഫ്രിക്ഷൻ സർഫസിന്റെ എല്ലാ ഭാഗത്തും ഒരേ പ്രഷറാണെന്നുള്ള കൺസിഡറേഷൻ ആണ് എന്ത്? യൂണിഫോം പ്രഷർ കണ്ടീഷൻ. ഇനി യൂണിഫോം വിയർ ആണെങ്കിൽ നമ്മളെ പ്രഷർ ക്ലച്ച് പ്ലേറ്റ് ഒരേപോലെയാണ് വിയർ ചെയ്യുന്നത്, തേയ്മാനം വരുന്നത് ഒരേപോലെയാണെന്നുള്ള കൺസിഡറേഷൻ ആണ് നമ്മൾ ക്ലച്ച് പ്ലേറ്റ് ഡിസൈൻ ചെയ്യുന്നെങ്കിൽ എന്ത് പറയും? അതിനെ യൂണിഫോം ആക്സിയൽ വിയർ എന്ന് പറയും. യൂണിഫോം പ്രഷർ എന്ന് പറഞ്ഞാൽ എല്ലാ ക്ലച്ച് പ്ലേറ്റിന്റെ എല്ലാ ഭാഗത്തും എന്തായിരിക്കും? ഒരേ പ്രഷറാന്നുള്ള കൺസിഡറേഷൻ എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? എല്ലാ ഭാഗത്തും ഒരേ പ്രഷറാന്നുള്ള കൺസിഡറേഷൻ എടുത്തിട്ട് എന്ത് ചെയ്യും? ഡിസൈൻ ചെയ്യും. ഇനി അടുത്തത് എന്താണ്? എല്ലാ ഭാഗത്തും ഒരേപോലെയാണ് വിയർ സംഭവിക്കുന്നുള്ള കണ്ടീഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിസൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? അതിനെ യൂണിഫോം ആക്സിയൽ വിയർ എന്ന് പറയും. അപ്പം ഫസ്റ്റിലത്തെ കേസ് എന്താ? കൺസിഡറിങ് യൂണിഫോം പ്രഷർ, അതായത് മൊത്തം ആ ഫ്രിക്ഷൻ സർഫസിന്റെ മേലെ എല്ലാ ഭാഗത്തും എന്താ ഒരേ ഇന്റൻസിറ്റി ഓഫ് പ്രഷർ ആണെന്നുള്ള കൺസിഡറേഷൻ എടുത്തിട്ടാണെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്നെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? യൂണിഫോം പ്രഷർ കണ്ടീഷൻ. അപ്പൊ യൂണിഫോം പ്രഷർ കണ്ടീഷനിൽ P എന്തായിരിക്കും? എല്ലാ ഭാഗത്തും സെയിം ആയിരിക്കും. P എന്തായിരിക്കും? P എപ്പോഴും കോൺസ്റ്റന്റ് ആയി. Pക്ക് ഒരിക്കലും എന്തുണ്ടാവില്ല? ചേഞ്ച് ഉണ്ടാവില്ല. അത് ഫ്രിക്ഷൻ സർഫസിന്റെ ഇന്നർ പോർഷനിലാണെങ്കിലും, അതായത് ഇവിടെയാണെങ്കിലും ഇതിന്റെ അറ്റത്താണെങ്കിലും ഇവിടെയാണെങ്കിലും ഒക്കെ എന്തായിരിക്കും? ഒരേ പ്രഷർ ആയിരിക്കും എന്തിൽ വരിക? നമ്മളെ പിന്നെ ക്ലച്ച് ഡിസ്കിൽ ഉണ്ടാകുന്ന പ്രഷർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രഷർ കാണാം. പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സ് ബൈ ഏരിയ ആണ്. പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഇവിടെയുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? W ആണ്. W ആണ് ഇവിടുത്തെ ഫോഴ്സ്. ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ ആ സ്ട്രിപ്പിന്റെ ഏരിയ ആണ്. ആ സ്ട്രിപ്പിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എത്രയാ? സ്ട്രിപ്പിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ π ഇൻറ്റു R1 സ്ക്വയർ മൈനസ് R2 സ്ക്വയർ. π ഇൻറ്റു R1 സ്ക്വയർ മൈനസ് R2 സ്ക്വയർ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് അവിടുത്തെ ഏരിയ കിട്ടും. π ഇൻറ്റു R1 സ്ക്വയർ മൈനസ് R2 സ്ക്വയർ എന്ന് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് ആ സ്ട്രിപ്പിന്റെ ഏരിയ, അതായത് ഫ്രിക്ഷൻ സർഫസിന്റെ ഏരിയ കിട്ടും. അപ്പോൾ ഫ്രിക്ഷൻ സർഫസിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ π ഇൻറ്റു R1 സ്ക്വയർ മൈനസ് R2 സ്ക്വയർ. ഇനി ഇതിലെ അതാണ് ഇപ്പൊ എന്ത് കിട്ടി? P കിട്ടി. ഇനി W, ആക്സിയൽ ത്രസ്റ്റ് W is equal to, ആക്സിയൽ ത്രസ്റ്റ് W എന്താ? ആക്സിയൽ ത്രസ്റ്റ് W എന്താ? ഇതില് W എന്ന് പറഞ്ഞാൽ എന്താ? ആക്സിയൽ ത്രസ്റ്റ്, അതായത് നമ്മൾ കൊടുക്കുന്ന ലോഡിനെയാണ് നമ്മൾ എന്ത് പറയാ? ആക്സിയൽ ത്രസ്റ്റ് എന്ന് പറയാം. അതിന് നെക്സ്റ്റ് അടുത്ത് എന്താ? ടോർക്ക് ഓഫ്, ഇതിനകത്ത് വരുന്ന ടോർക്ക് ഈക്വൽ എന്താ? 2π ഇൻറ്റു മ്യൂ ഇൻറ്റു
അത് തൊട്ട മുന്നേ നമ്മൾ ഇവിടെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് എന്താ 2π × mu × p × r² × dr. അതാണ് എന്ത് ടോർക്ക് ടി ആർ, ഫ്രിക്ഷൻ ടോർക്ക് ടി ആറിന്റെ ഇക്വേഷൻ. അപ്പോൾ ടി ആർ സീക്വൽ എന്താ 2π × mu × p × r² × dr. അതിൽ പി എന്താണെന്ന് നമുക്കറിയാം. പി ആണ് നമ്മൾ എന്ത് ചെയ്ത് ഇവിടെ ഇപ്പം കണ്ടുപിടിച്ചത്. പി സീക്വൽ എത്രയാ? പി സീക്വൽ ടു w/π × r1² - r2². ഓക്കെ അല്ലേ? അതായത് ഇവിടെ നേരത്തെ കണ്ടുപിടിച്ച ടി ആർ ഉണ്ട്, അതിൽ പിക്ക് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെയുള്ള പിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ എന്താ സംഭവിക്കുക? ടി ആർ എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയ ഡിസ്റ്റൻസ്, ആ ചെറിയ സ്ട്രിപ്പിന്റെ കാര്യമാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ഫുള്ളായിട്ട് ആ മൊത്തം ഫ്രിക്ഷൻ സർഫസിന്റെ ഫുൾ ഫ്രിക്ഷൻ സർഫസിന്റെ ടോർക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ആ ഫുൾ ഫ്രിക്ഷൻ സർഫസിൽ കൂടി തന്നെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ടോർക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. എവിടുന്ന് എവിടത്തേക്ക്? ഫ്രിക്ഷൻ സർഫസ് R1 മുതൽ R2 മുതൽ R1 വരെ എന്ത് ചെയ്താൽ മതി? ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ചെറിയ സ്ട്രിപ്പ് എടുത്ത് നമ്മൾ +2 ചെയ്തിട്ടുണ്ടാവും, ചെറിയ സ്ട്രിപ്പ് എടുത്ത് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന പ്രോസസ്. അപ്പോൾ അങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? ഇന്റഗ്രൽ R2 to R1 ഇക്വേഷൻ എന്താ? 2π mu × p × r² × dr. അതിൽ r² എന്താ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് എന്താ കിട്ടുക? ആറിന്റെ ടേംസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് r² × dr. ബാക്കിയൊക്കെ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. q കോൺസ്റ്റന്റ് ആണ്, π കോൺസ്റ്റന്റ് ആണ്, mu കോൺസ്റ്റന്റ് ആണ്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? പുറത്തേക്ക് എടുത്ത് എന്ത് ചെയ്യും? 2π mu × p × r2² × dr ഇന്റഗ്രേറ്റ് ചെയ്ത് കിട്ടും r3 / 3 all raised to r2 to r1. അപ്പൊ എന്താണ്? ഇതിനെ ജസ്റ്റ് ഒന്നും കൂടി മാറ്റി ചെയ്താണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 2π mu × r1³ - r2³ / 3 is equal to 2π mu × ഇതിൽ പീക്ക് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെയുള്ള പീക്ക് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? മേലത്തെ വാല്യൂ, ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഇവിടെ കിട്ടിയ പീന്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ എന്താ കിട്ടുക? ഇവിടെ പീക്ക് പകരമാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ എന്ത് കിട്ടും? 2π mu × w/r1² - r2² നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന എന്താ? ഇവിടെയുള്ള ഈ r1³ - r2³ / 3 കൊടുത്ത് എന്ത് കിട്ടും? നമുക്ക് ടീന്റെ വാല്യൂ കിട്ടും. ടി ഈക്വൽ ടു 2/3. ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്തതാണ്. 3 പുറത്തേക്ക് എടുത്തു. എന്ത് കിട്ടും? 2/3 × mu × w × r1³ - r2³ divided by r1² - r2². r1³ - r2³ divided by r1² - r2². ഇതിൽ ഈ r1³ - r2³ divided by r1³ - r2³ എന്നുള്ള ഈ പോർഷൻ, ഈ സാധനം, ഇത്രയും പോർഷൻ നമുക്ക് വേണമെങ്കിൽ മീൻ റേഡിയസ് എന്ന് വിളിക്കാം. മീൻ റേഡിയസ് ക്യാപിറ്റൽ R1 ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇക്വേഷൻ വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. mu × w × ഇത്രയും പോർഷൻ നമുക്ക് എന്ത് ചെയ്യാം? R എന്ന് വിളിക്കാം. R എന്ന് പറഞ്ഞാൽ മീൻ റേഡിയസ് ആണ്, മീൻ റേഡിയസ് ഓഫ് ഫ്രിക്ഷൻ സർഫസ്. ഇത്രയാണ് എന്ത്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടി ഈക്വൽ ടു mu × w × r എന്ന് കിട്ടും. ഈ r ഈക്വൽ എന്താ? 2/3 × r1³ - r2³ divided by r1² - r2² ആണ്. ഇത് എന്തിന്റെ കേസിലാണ്? യൂണിഫോം പ്രഷറിന്റെ കേസിലുള്ള കണ്ടീഷനാണ് പറഞ്ഞത്. ഇനി അടുത്ത് യൂണിഫോം ആക്സിയൽ വിയർ. അതായത് നമ്മളെ കേസിൽ വിയർ കോൺസ്റ്റന്റ് ആണ് വിചാരിച്ചോ. വിയർ കോൺസ്റ്റന്റ് ആണെങ്കിൽ അതായത് ടച്ച് പ്ലേറ്റിനകത്ത് മൊത്തം വിയർ നടക്കുന്നത്, തേയ്മാനം എന്താ? ഒരേപോലെയാണ്. അതായത് എല്ലാ ഭാഗത്തും ഒരേപോലെ തേയ്മാനം നടക്കുന്നുള്ള കൺസിഡറേഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ നമ്മളെ ആ കൺസിഡറേഷൻ ആണ് എന്ത്? യൂണിഫോം ആക്സിയൽ വിയർ എന്ന് പറഞ്ഞ കണ്ടീഷൻ. ഇതിൽ എന്താണ്? പ്രഷറും അതേപോലെ തന്നെ പ്രഷർ എന്ത് ചെയ്യും? നമ്മളെ റേഡിയസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്. പ്രഷർ എന്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്? ഡിസ്റ്റൻസിന്, സെന്റർ ഡിസ്റ്റൻസിന്, ആറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ് നമ്മൾ എന്ത്? പ്രഷർ. അതായത് 6 കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? പ്രഷർ കുറയും. 6 കൂടുന്നത്, അതായത് ഔട്ടർ പോർഷനിൽ എന്ത് കുറവായിരിക്കും? പ്രഷർ കുറവും. ഇന്നർ പോർഷനിൽ എന്തായിരിക്കും? പ്രഷർ കൂടുതലായിരിക്കും. ആ ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും? പ്രഷർ കുറയും. അപ്പം
ഇതിന്റെ കേസിൽ ആകെയുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പി ഇൻറ്റു ആർ ഈസിക്കൽ ടു കോൺസ്റ്റന്റ് ആയിരിക്കും. പി ഇൻറ്റു ആർ ഈസിക്കൽ ടു കോൺസ്റ്റന്റ് ആയിരിക്കും. പി ഇൻറ്റു ആർ ഈസിക്കൽ ടു കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതിനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു ടേമിലും കൂടി എഴുതാം. പി ഈസിക്കൽ ടു സി ബൈ ആർ എന്ന് വേണമെങ്കിൽ എഴുതി വെക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഫ്രിക്ഷൻ ഫോഴ്സ് ആക്സിയൽ ലോഡ് ഡബ്ല്യു ഈസിക്കൽ ടു, ആക്സിയൽ ലോഡിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ആക്സിയൽ ലോഡിന്റെ ഇക്വേഷൻ നമ്മൾ ഇതിന്റെ മുന്നേ പഠിച്ച ഇക്വേഷൻ എന്തായിരുന്നു? പി ഇൻറ്റു 2πr ഇൻറ്റു ഡി ആർ. പി ഇൻറ്റു 2πr ഇൻറ്റു ഡി ആർ. പി ഇൻറ്റു 2πr ഇൻറ്റു ഡി ആർ. ഇതാണ് എന്ത്? പ്രഷറിന്റെ ആക്സിയൽ ഫോഴ്സിന്റെ ഇക്വേഷൻ. ആക്സിയൽ ഫോഴ്സ് നേരത്തെ കേസിൽ ഇവിടെ എന്തായാലും വരിക, നേരത്തെ നിന്ന് വ്യത്യാസമായിട്ട് ഇവിടെ എന്ത് വരും? പിക്ക് പകരം എന്ത് വരും? ഇവിടെ പി സിക്കൽ എന്താ വരുന്നത്? സി ബൈ ആറിലെ. ഇവിടെ പിക്ക് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? സി ബൈ ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സി ബൈ ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ എന്താ കിട്ടുക? സി ബൈ ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സി ബൈ ആർ ഇൻറ്റു 2πr ഇൻറ്റു ഡി ആർ. അതിൽ ആറും ആറും എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്തു. അപ്പം ആൻസർ എന്താ കിട്ടുക? ഡെൽറ്റ ഡബ്ല്യു ഈക്വൽ ടു 2πc ഇൻറ്റു ഡി ആർ. ഇനി മൊത്തം ഫ്രിക്ഷൻ സർഫസിൽ കൂടി ആക്ട് ചെയ്യുന്ന ആക്സിയൽ ഫോഴ്സ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രേഷൻ ടു R2 ടു R1 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 2πc ഇൻറ്റു ഡി ആർ. ഇന്റഗ്രൽ R2 ടു R1 2πc ഡി ആർ. അങ്ങനെ 2πc ഡി ആറിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് എന്ത് കിട്ടും? 2πc ഇൻറ്റു R2 R1 ടു R2 എന്ന് കിട്ടും. ഇതിനെ ജസ്റ്റ് വാല്യൂസ് ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 2πc ഇൻറ്റു R1 മൈനസ് R2 എന്ന് കിട്ടും. അതിൽ സിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. സി ഈക്വൽ ടു എത്രയാ? ഡബ്ല്യു ഡിവൈഡ് ബൈ 2π ഇൻറ്റു R1 മൈനസ് R2 എന്ന് കിട്ടും. അപ്പം ഇനി അടുത്ത ടോർക്ക്, ഫ്രിക്ഷൻ ടോർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. നേരത്തെ ഈ ഒരു സ്റ്റെപ്പിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. എന്തുകൊണ്ടാ? നേരത്തെ യൂണിഫോം പ്രഷർ ആയതുകൊണ്ട് ഈ ഒരു സ്റ്റെപ്പിന്റെ ഒന്നും ആവശ്യം നമുക്ക് വന്നില്ല. ഇനി അടുത്തെന്താ? ഫ്രിക്ഷണൽ ഫോഴ്സ്, ഫ്രിക്ഷൻ ടോർക്ക് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ്. ഫ്രിക്ഷൻ ടോർക്ക് ടി ആർ സിക്കൽ എന്താണ്? നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചുകൊണ്ട് ഇവിടെ നേരത്തെ കണ്ടുപിടിച്ച ഇക്വേഷൻ എന്താണ്? 2π ഇൻറ്റു ഫ്രിക്ഷൻ ടോർക്ക് 2π ഇൻറ്റു മ്യൂ ഇൻറ്റു പി ഇൻറ്റു ആർ സ്ക്വയർ ഡി ആർ. സെയിം ഇക്വേഷനിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2π ഇൻറ്റു മ്യൂ ഇൻറ്റു പിക്ക് പകരം എന്ത് വരും? പി ഈക്വൽ ടു സി ബൈ ആർ ആണ്. സി ബൈ ആർ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സി ബൈ ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2π മ്യൂ ഇൻറ്റു സി ഇൻറ്റു ആർ ഇൻറ്റു ഡി ആർ എന്ന് കിട്ടും. 2πc ഇൻറ്റു ആർ ഇൻറ്റു ഡി ആർ. ഇതിനെ എന്താ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം ടോട്ടൽ ടോർക്ക് കിട്ടാൻ വേണ്ടി ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇന്റഗ്രൽ R2 ടു R1 2π മ്യൂ ഇൻറ്റു ഈ കിട്ടിയ സാധനത്തിന് എന്ത് ചെയ്യുക? നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാന്ന്. ഇന്റഗ്രേറ്റ് ചെയ്ത് എന്ത് കിട്ടും? R2 ടു R1 T ഈക്വൽ ടു R2 ടു R1 2π മ്യൂ ഇൻറ്റു സി ഇൻറ്റു ആർ ഇൻറ്റു ഡി ആർ. അതിൽ 2π മ്യൂ ഇൻറ്റു സി R2 ബൈ 2 ടു R1 R2 രണ്ട് ലിമിറ്റ് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാം. R2 ടു R1 എന്നുള്ള ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 2π മ്യൂ ഇൻറ്റു സി ഇൻറ്റു R1 സ്ക്വയർ മൈനസ് R2 സ്ക്വയർ ഡിവൈഡ് ബൈ 2 എന്ന് കിട്ടും. ഇതിൽ ഈ 2 എന്ത് ചെയ്തും? ഇവിടെ ഉള്ള 2 ക്യാൻസൽ ചെയ്തും, ഇവിടെ ഉള്ള 2 ക്യാൻസൽ ചെയ്തും. അതേപോലെ പൈ മ്യൂ സി ഇൻറ്റു R1 സ്ക്വയർ മൈനസ് R2 സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ കിട്ടും. ഇവിടെ എന്ത് ഇക്വേഷൻ കിട്ടാം? പൈ ഇൻറ്റു R1 സ്ക്വയർ മൈനസ് R2 സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ കിട്ടും. ഇതെന്താണ്? ടി ഈക്വൽ ടു ആണ്. ടി ഈക്വൽ ടു പൈ ഇൻറ്റു R1 സ്ക്വയർ മൈനസ് R2 സ്ക്വയർ. അതിൽ ഇവിടെ സിന്റെ വാല്യൂ, ഇവിടെ സി എന്ന് പറഞ്ഞ ടേം ഉണ്ട്. ഈ ടേമിന് നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ കിട്ടിയ സി കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സി ഈക്വൽ ടു പൈ ഇൻറ്റു മ്യൂ ഇൻറ്റു ഡബ്ല്യു ഡിവൈഡ് ബൈ 2π ഇൻറ്റു R1 മൈനസ് R2 എന്നുള്ള സാധനം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ എന്ത് കിട്ടും? ഇവിടെ R1 സ്ക്വയർ മൈനസ് R2 സ്ക്വയർ എന്നുള്ള ടേം കൂടി ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? പൈ ഇൻറ്റു മ്യൂ ഇൻറ്റു ഡബ്ല്യു ഡിവൈഡ് ബൈ 2π ഇൻറ്റു R1 മൈനസ് R2 ഇൻറ്റു R1 സ്ക്വയർ മൈനസ് R2 സ്ക്വയർ എന്ന് കിട്ടും. അതായത് സിന്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്താൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മേലെ കിട്ടിയ സിന്റെ വാല്യൂ ഡബ്ല്യു ഡിവൈഡ് ബൈ 2π ഇൻറ്റു R1 മൈനസ് R2 എന്നുള്ള ടേം എന്ത് ചെയ്താണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ്. ഇവിടെ എന്താ ക്യാൻസൽ ആയി പോകും? പൈയും ക്യാൻസൽ ആയി പോകും. ഇവിടെ ഇതിൽ എന്താ ഈ ഇക്വേഷന്റെ കാര്യം പറയുന്നത്? ഇവിടെ എന്ത് ചെയ്യും? ഈ ഇക്വേഷനിൽ എന്ത് ചെയ്യും? പൈയും ക്യാൻസൽ ആയി പോവും. അതേപോലെ R1 സ്ക്വയർ മൈനസ് R2 സ്ക്വയർ ഉണ്ട്. അടിയിൽ എന്തുണ്ട്? R1 മൈനസ് R2 ഉണ്ട്. ഈ R1 സ്ക്വയർ മൈനസ് R2 സ്ക്വയറിനെ നമുക്ക് വേറെ ടേംസിലേക്ക് എഴുതാം. എങ്ങനെയാണെന്ന് വെച്ചാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള ഫോർമാറ്റ് ആണ്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്.
അപ്പോൾ ഇവിടെ എന്ത് വരും, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള ഫോർമാറ്റിലുള്ള അതിനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മാറ്റി എഴുതാം. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിനെ നമുക്ക് എന്ത് ചെയ്യാം, മാറ്റി എഴുതാം എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അപ്പോൾ ഇവിടെ എന്ത് വരും, R1 മൈനസ് R2, R1 മൈനസ് R2 R1 മൈനസ് R2 ഇൻറ്റു R2 പ്ലസ് R1 എന്ന് എഴുതാം. അതായത് ഏതിനാ മാറ്റിയത്, R1 സ്ക്വയർ മൈനസ് R2 സ്ക്വയറിനാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇങ്ങനെ മാറ്റി എഴുതിയാൽ. ഇങ്ങനെ മാറ്റിയപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ ഒരു R1 മൈനസ് R2 വരും. R1 മൈനസ് R2 എന്ന് പറഞ്ഞ ടേം വരും. അപ്പോൾ താഴെ ഈ ഇക്വേഷനിൽ താഴെ എന്തുണ്ട്, ഇതേപോലെ R1 മൈനസ് R2 ഉണ്ട്. അപ്പോൾ ഈ R1 മൈനസ് R2 ഇവിടെയുള്ള R1 മൈനസ് R2 എന്ത് ചെയ്തു, ക്യാൻസൽ ചെയ്തു. അങ്ങനെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, ബാക്കി എന്താണ്ടാ, R1 പ്ലസ് R2 എന്നുള്ള R1 പ്ലസ് R2 എന്നുള്ള ഒരു ടേമാ വരിക. R1 പ്ലസ് R2 എന്നുള്ള ടേം മാത്രം എന്ത് ചെയ്യും, ബാക്കി വരും. അപ്പൊ അങ്ങനത്തെ അതാണ് ഇവിടെ എന്ത് ചെയ്ത്, ക്യാൻസൽ ചെയ്തിട്ടാണ് എന്ത് ചെയ്ത്, അതേപോലെ ക്യാൻസൽ ചെയ്തിട്ടാണ് ഇവിടെ R1 മൈനസ് R2നെ ക്യാൻസൽ ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടിയത്, ഇവിടെ R1 പ്ലസ് R2 ആയി. അതായത് ഇവിടെ ഉണ്ടായിരുന്ന R1 മൈനസ് R2 സ്ക്വയർ എങ്ങനെയാണ് R1 മൈനസ് R2 ആയെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. R1 സ്ക്വയർ മൈനസ് R2 സ്ക്വയർ എന്നുള്ള R1 പ്ലസ് R2 ആയിട്ട് മാറി എങ്ങനെയാണെന്നുള്ള ജസ്റ്റ് സിംപ്ലിഫിക്കേഷൻ ആണ് പറഞ്ഞത്. അപ്പം ഇതിലെന്താ 1/2 mu ഇൻറ്റു W ഇൻറ്റു R1 പ്ലസ് R2. ഇതിൽ 1/2 R1 പ്ലസ് R2നെ നമുക്ക് എന്ത് ചെയ്യാം, മീൻ റേഡിയസ് R എന്ന് കൊടുക്കാം. മീൻ റേഡിയസ് R, ഇതിന് എന്താണ്, മീൻ റേഡിയസ് R ആണ്. അപ്പോൾ ഇക്വേഷൻ എന്ത് വരും, T ഈക്വൽ ടു mu ഇൻറ്റു W ഇൻറ്റു R. അപ്പോൾ ജനറൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്ത് വെക്കാം, T ഈക്വൽ ടു N ഇൻറ്റു mu ഇൻറ്റു W ഇൻറ്റു R. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഫ്രിക്ഷണൽ പേഴ്സ് ആണ്. N ഈക്വൽ ടു നമ്പർ ഓഫ് ഫ്രിക്ഷണൽ പേഴ്സ്. അതായത് ഒരു ക്ലച്ച് പ്ലേറ്റിന് എത്ര ഫ്രിക്ഷണൽ പെയർ ഉണ്ട് എന്നുള്ളതനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, അവിടെ നമ്മൾ എന്നിന്റെ വാല്യൂ കൊടുക്കുന്നത്. അതായത് ഒരു സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് ആണെങ്കിൽ അതിന് എത്ര ഫ്രിക്ഷണൽ സൈഡ് ഉണ്ടാവും, 2 സൈഡ് ഉണ്ടാവും. അതായത് ഒരു പെയർ. അപ്പൊ എത്രയായിരിക്കും വാല്യൂ, എന്നിന്റെ വാല്യൂ 1 ആയിരിക്കും. അതായത് ഒരു സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് ആണെങ്കിൽ അതിന്റെ എന്തുണ്ടാവും, 2 സൈഡിൽ ഫ്രിക്ഷണൽ സർഫസ് ഉണ്ടാവും. അതായത് ഒരു പെയർ ഓഫ് സർഫസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മളെ വാല്യൂ എന്തായിരിക്കും, 1 ആയിരിക്കും. ഇനി ഇതില് കോമൺ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇക്വേഷൻ ഒന്ന് മാറ്റിയതാ, സീക്വൽ T സീക്വൽ ടോർക്ക് T സീക്വൽ എന്താ കിട്ടാ, T സീക്വൽ നിങ്ങൾ പഠിക്കേണ്ട ഇക്വേഷൻ ഇതാണ്. ഇത്രയും പോർഷൻ ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, മെയിൻ ആയിട്ട് പഠിക്കേണ്ട ഇക്വേഷൻ. ഈ ഇക്വേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്ന പ്രോബ്ലം ചെയ്യുക. ഇത്രയാണ് നമ്മളെ പ്രോബ്ലം. പ്രോബ്ലത്തിന് ഉപയോഗിക്കുന്ന ഇക്വേഷൻ. അതായത് T ഈക്വൽ ടു N ഇൻറ്റു mu ഇൻറ്റു W ഇൻറ്റു R. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഫ്രിക്ഷണൽ പെയർസ് ആണ്. സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് ആണെങ്കിൽ എന്ത് വരും, 1 വരും. ബാക്കിയുള്ള കേസിൽ എന്ത് ചെയ്യും, നമ്പർ ഓഫ് പെയർ കാൽക്കുലേറ്റ് ചെയ്യണം. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ N ഇൻറ്റു mu ഇൻറ്റു W ഇൻറ്റു R ആണ്. അതിൽ R എന്ന് പറഞ്ഞാൽ എന്താ, യൂണിഫോം പ്രഷർ ആണെങ്കിൽ ആറിന്റെ വാല്യൂ എന്തായിരിക്കും, 2/3 ഇൻറ്റു R1 ക്യൂബ് മൈനസ് R2 ക്യൂബ് ഡിവൈഡ് ബൈ R1 സ്ക്വയർ ഡിവൈഡ് ബൈ R2 സ്ക്വയർ ആയിരിക്കും എന്ത്, യൂണിഫോം പ്രഷർ ആണെങ്കിൽ. ഇനി യൂണിഫോം വിയർ ആണെങ്കിൽ R1 പ്ലസ് R2 ആണ് നമ്മൾ എന്ത്, യൂണിഫോം വിയർ കേസിൽ അതിന്റെ മീൻ റേഡിയസ്. അപ്പം ഇതാണ് എന്ത്, മെയിൻ ആയിട്ട് അതിന് വരുന്ന ഇക്വേഷൻ. അതിൽ ഫോർ സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് നോർമലി ബോത്ത് സൈഡ് 2 സൈഡ് എന്താണ്, ഫ്രിക്ഷൻ സർഫസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, എന്നിന്റെ വാല്യൂ 2 പെയർ ഉണ്ടാവും. 2 സൈഡിലുള്ളത് കൊണ്ട് തന്നെ 2 പെയർ ഓഫ് എന്തുണ്ട്, എന്നിന്റെ വാല്യൂ 2 ആണ് കേട്ടോ, 1 അല്ല 2 ആണ്. അതേപോലെ മാക്സിമം പ്രഷർ പി മാക്സ് സിക്കൽ 2, ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ 2 പഠിക്കുന്ന 2 ഇക്വേഷൻ കൂടെ ഉണ്ട്. പി മാക്സ് ഇൻറ്റു R2 സിക്കൽ ടു സി, പി മാക്സ് ഇൻറ്റു R2 സിക്കൽ ടു എന്താണ്, സി എന്നുള്ളൊരു ഇക്വേഷൻ പഠിക്കുക. അതേപോലെ പി മിനിമം ഇൻറ്റു R1 സിക്കൽ ടു സി എന്നുള്ളൊരു ഇക്വേഷൻ ഉണ്ടാവും. ഈ 2 ഇക്വേഷനുകൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ചേക്കാം. ഈ ഇത്രയും സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോബ്ലം ചെയ്യാൻ പറ്റും. പ്രോബ്ലംസ് ഇത്രയും ഈ ഇക്വേഷൻസ് ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യാറ്, പ്രോബ്ലം ചെയ്യുക. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒരു കാര്യം കൂടെ ആലോചിച്ചാൽ, ഫ്രിക്ഷണൽ സർഫസ് സിംഗിൾ പ്ലേറ്റ് ക്ലച്ചിന്റെ കേസിൽ എന്താണ്, N ഈക്വൽ ടു 2 ആട്ടോ, 1 അല്ല. സിംഗിൾ പ്ലേറ്റ് ക്ലച്ചിന്റെ കേസിൽ ഫ്രിക്ഷണൽ സർഫസ് 2 പെയറിൽ എന്തുണ്ടാവും, ബോത്ത് സൈഡ് എഫക്റ്റീവ് ആണെങ്കിൽ
എന്താണ് ഒരു പ്ലേറ്റിന് രണ്ട് സൈഡ് ഉണ്ടാവും. ആ രണ്ട് സൈഡിൽ എന്താണ് n=2 ആണ് നമ്മൾ എന്ത് ചെയ്യാറ് ഫ്രിക്ഷൻ സർഫസിന്റെ വാല്യൂ കൊടുക്കാറ്. n=2 ആണ് കേട്ടോ. ഞാൻ 1 എന്ന് പറയുന്നത് 2 ആട്ടോ. അതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോളാം. അപ്പം ഈ രണ്ട് ഇക്വേഷൻ, അതായത് ഒരു ഇക്വേഷൻ ഇതും ഒരു ഇക്വേഷൻ ഇതും, ഈ രണ്ട് ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ ഈ രണ്ട് ഇക്വേഷൻ ഏതെങ്കിലും രണ്ട് സെയിം ആണ്. ഇക്വേഷൻ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക. പി മാക്സ് ഇൻറ്റു R2 = C, P minimum ഇൻറ്റു R1 ഇൻറ്റു E = C. അതേപോലെ തന്നെ ഫ്രിക്ഷൻ ആവറേജ് പ്രഷർ W P W / π ഇൻറ്റു R1² - R2² ആണ്. ആ ഇക്വേഷൻ ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ പ്രോബ്ലംസിൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു പുതിയ ക്ലച്ചൊക്കെ ആണെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ ഒരു യൂണിഫോം പ്രഷർ തിയറി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറ്, ഒരു പുതിയ ക്ലച്ച് ഇതിൻ്റെ കേസിലൊക്കെ പറയാറ്. അതേസമയം ഒരു വേണട്ടായ ക്ലച്ചൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി സൂട്ടബിൾ ആയിട്ടുള്ള തിയറി എന്ന് പറഞ്ഞാൽ യൂണിഫോം വിയർ തിയറി എന്നുള്ള സെറ്റപ്പ് ആയിരിക്കും. കുറച്ചും കൂടി യൂണിഫോം വിയർ തിയറി എന്നുള്ള സെറ്റപ്പിലായിരിക്കും എന്ത് ചെയ്യുക, നമ്മൾ ഡിസൈൻ ചെയ്യാം. അല്ലെങ്കിൽ അതിൻ്റെ കാൽക്കുലേഷൻ ഒക്കെ നടത്തണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുക യൂണിഫോം വിയർ തിയറി ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. ഒന്ന് ക്ലച്ച് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ രണ്ട് ടൈപ്പിൽ ക്ലച്ച് ഡിസൈൻ ചെയ്യാം. ഒന്ന് യൂണിഫോം പ്രഷറും യൂണിഫോം വിയറും. അതിൽ മെയിനായിട്ടുള്ള ഇക്വേഷൻസ് ആണ് നമ്മളിവിടെ പറഞ്ഞു വെച്ചത്. ഇതൊക്കെയാണ് ഇക്വേഷൻസ് ഒക്കെ ഇതൊക്കെയാ. T = n × mu × W × R. T = n × mu × W × R. അതിൽ R എന്താ, മീൻ റേഡിയസ് ഓഫ് ഫ്രിക്ഷൻ സർഫസ് ആണ്. മീൻ റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താ, രണ്ട് കേസുണ്ട്. ഒന്ന് യൂണിഫോം പ്രഷർ കേസുണ്ട്, യൂണിഫോം വിയറിന്റെ കേസുണ്ട്. അതിൽ യൂണിഫോം പ്രഷറിന്റെ കേസ് ആണെങ്കിൽ 2/3 × R1³ - R2³ / R1² - R2² ആണ്. അതേപോലെ തന്നെ യൂണിഫോം വിയർ ആണെങ്കിൽ R1 + R2 / 2 ആണ്. അതേപോലെ പ്രഷറിൽ P max × R2 ആണ് എന്ത്, ഒരു പ്രഷറിന്റെ രണ്ട് ഇക്വേഷൻ P max × R2 = കോൺസ്റ്റന്റ് ആണ്. അല്ലെങ്കിൽ P minimum × R1 കോൺസ്റ്റന്റ് ആണ്. ഇത്ര ഇക്വേഷൻസ് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പം ക്ലച്ച് എന്ന് പറഞ്ഞാൽ എന്താ, രണ്ട് ഷാഫ്റ്റ് തമ്മിൽ, റൊട്ടേറ്റിംഗ് ഷാഫ്റ്റ് തമ്മിൽ കണക്ട് ചെയ്യാനും ഡിസ്കണക്ട് ചെയ്യാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സെറ്റപ്പിനെയാണ് നമ്മൾ എന്ത് പറയുക, മെഷീൻ എലിമെന്റിനെയാണ് നമ്മൾ എന്ത് പറയുക, ക്ലച്ച് എന്ന് പറയാം. പിന്നെ രണ്ട് ടൈപ്പ് ക്ലച്ച് ഉണ്ട്, പോസിറ്റീവ് ക്ലച്ചും ഫ്രിക്ഷണൽ ക്ലച്ചും. ഫ്രിക്ഷണൽ ക്ലച്ച് തന്നെ കോൺ ക്ലച്ച്, ഡിസ്ക് ക്ലച്ച്, സെമി സെൻട്രിഫ്യൂഗൽ ക്ലച്ച്, സെൻട്രിഫ്യൂഗൽ ക്ലച്ച്. അതിൽ ഡിസ്ക് ക്ലച്ചിൻ്റെ അകത്ത് എന്തുണ്ട്, രണ്ട് ടൈപ്പ് ഉണ്ട്, സിംഗിൾ പ്ലേറ്റ് ഉണ്ട്, മൾട്ടി പ്ലേറ്റ് ഉണ്ട്. അപ്പോൾ മെയിനായിട്ടുള്ള കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് ഹൈ ഹീറ്റ് ട്രാൻസ്ഫറിങ് കപ്പാസിറ്റി ആയിരിക്കണം, പിന്നെ ഹൈ കോഎഫിഷ്യൻ ഓഫ് ഫ്രിക്ഷൻ ആയിരിക്കണം, മൂവിങ് പാർട്സിന്റെ വെയിറ്റ് മിനിമം ആയിരിക്കണം, ഹീറ്റ് ജനറേഷൻ ഈസി ആയിട്ട് എന്ത് ചെയ്യണം, പുറത്തേക്ക് ഹീറ്റ് ജനറേറ്റ് ചെയ്ത് ഹീറ്റ് പുറത്തേക്ക് കളയാനാണ്. ഹീറ്റ് ഡെസിപ്പിയേഷൻ കപ്പാസിറ്റി കൂടുതലായിരിക്കണം, ഹീറ്റ് കണ്ടക്ടിവിറ്റി കൂടുതലായിരിക്കണം. ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ട ഒരു ക്ലച്ചിന്റെ ഡിസൈനിങ്ങിന്റെ കേസിൽ നമ്മൾ കൺസിഡർ ചെയ്യണം. അതേപോലെ വിയർ ആൻഡ് ടിയർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രൊവിഷൻ കൊടുത്തിരിക്കണം. അതേപോലെ ഫ്രിക്ഷൻ മെറ്റീരിയൽ ഹീറ്റ് കണ്ടക്ടിവിറ്റിയുള്ള ഫ്രിക്ഷൻ മെറ്റീരിയൽ ആയിരിക്കണം. അതേപോലെ വിയർ ആൻഡ് ടിയർ മാക്സിമം കുറഞ്ഞ മെറ്റീരിയൽ ആയിരിക്കണം. ടെമ്പറേച്ചർ കാരണം എന്തുണ്ടാവാറ്, ഹൈ ടെമ്പറേച്ചർ വിസ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ഫ്രിക്ഷൻ മെറ്റീരിയൽ യൂസ് ചെയ്യണം. മോയ്സ്ചർ, ഓയിൽ ഇതൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, ഫ്രിക്ഷണൽ പ്രോപ്പർട്ടീസിനെ വല്ലാതെ എഫക്റ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനത്തെ കേസുള്ള മെറ്റീരിയൽസ് ആണ് നമ്മൾ എന്ത് ചെയ്യാറ്, ഫ്രിക്ഷണൽ സർഫസ് ആയിട്ട് യൂസ് ചെയ്യാറ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. അപ്പം എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലും ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് വാട്സപ്പ് ചോദിച്ചാൽ പറഞ്ഞുതരാം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഡെറിവേഷൻസ് ഒന്ന് എന്ത് ചെയ്യുക, നോട്ടിൽ എഴുതി വെക്കുക. നോട്ടിൽ എഴുതിയിട്ട് അസൈൻമെൻ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യാം.